ഹേ ബീബ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഇതാ ബോൾട്ടിന്റെ ഡ്രിഫ്റ്റ് മാക്സ് എന്നുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അൺബോക്സ് ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ താഴ്ത്തും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഗൈസ്, ഇതാണ് ബോൾട്ടിന്റെ ഡ്രിഫ്റ്റ് മാക്സ് സ്മാർട്ട് വാച്ചിന്റെ ബോക്സ് വരുന്നത് കേട്ടോ. ഇത് നേരെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് കീറിയെടുക്കാം. സോ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് വരുന്നുണ്ട്. ഇത് തുറക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ യൂസർ മാനുവൽ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്നത് നമ്മുടെ ഡ്രിഫ്റ്റ് മാക്സ് എന്നുള്ള സ്മാർട്ട് വാച്ച് തന്നെയാണ്. ഇത് കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ചെറിയൊരു കണ്ടെയ്നറിൽ എന്താ വരുന്നത് നമ്മൾ നോക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിൻ്റെ മാഗ്നറ്റിക് ചാർജർ മാത്രമാണ് വരുന്നത് കേട്ടോ. സോ ആദ്യം തന്നെ ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള സ്റ്റൈലാണ് സാധനം വരുന്നത്. അത്യാവശ്യം ഒരു വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തോന്നുന്നു ഈ ഒരു സിലിക്കൺ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ഒരു സിലിക്കൺ സ്ട്രാപ്പാണ് കൊടുത്തത്. ചെറിയ ഡോട്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ട് കുറച്ചൊരു സ്റ്റിഫാണ് ഈ ഒരു സിലിക്കൺ സ്ട്രാപ്പ്. നല്ലൊരു ക്വാളിറ്റിയുള്ള സിലിക്കൺ സ്ട്രാപ്പാണ്. മറ്റേ ലോക്കൽമാർ ഇങ്ങനെ ഇളകി കളിക്കുന്ന മോഡലൊന്നുമല്ല, കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ കൈയിട്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പവർ ബട്ടണും ഒരു ക്രൗണും കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി വർക്കിംഗ് ക്രൗൺ ആണ് കേട്ടോ. താഴത്ത് മാഗ്നറ്റിക് ചാർജിംഗ് പോർട്ടും അതുപോലെ തന്നെ ഇതിന് സെൻസറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിന്റെ സ്പീക്കറും മൈക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് 2.01 ഇഞ്ചിന്റെ ഒരു HD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 240x296 എന്ന് പറഞ്ഞുള്ള ഒരു റെസൊല്യൂഷനിലാണ് സാധനം വരുന്നത് കേട്ടോ. അതിനെക്കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലിയറുള്ള ഡിസ്പ്ലേ ആണ്. ക്രിസ്പായിട്ട് ഷാർപ്പായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. കുറച്ച് വലിയ സൈസാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ സൈസാണ്. ബെസൽസും കുറവനാണ്. ചിന്നിന്റെ ഭാഗത്താണ് കുറച്ചൊരു ബെസൽ കൂടുതലായിട്ടുള്ളത്. പക്ഷേ എന്നാലും ഓരോ നോക്കുകയാണെങ്കിൽ വലിയൊരു സൈസിലുള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തത്. ഇതിന്റെ ഡിസ്പ്ലേന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിന്റെ ബ്രൈറ്റ്നസിനും പറയണം. അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് ലെവൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വ്യൂവബിൾ ആണ്. സുഖമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ബ്രൈറ്റ്നസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്മാർട്ട് വാച്ചിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സാധാരണ വരുന്ന ഹെൽത്ത് മോണിറ്ററിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, SpO2, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, പിന്നെ അതുപോലെ തന്നെ വുമൻസിനാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ മോണിറ്റർ ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ ഒരു സ്മാർട്ട് വാച്ച് ഓൺ ആക്കുമ്പോൾ ഒരു QR കോഡ് കാണിച്ചു തരും. അതായത് ബോൾട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, എന്നാലേ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിന്റെ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യണമെങ്കിലോ ഹെൽത്തിന്റെ റെക്കോർഡ് ട്രാക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഫിറ്റ്നസിന്റെ റെക്കോർഡ് ട്രാക്ക് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പറ്റും. പിന്നെ നിങ്ങൾ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൽ 120+ സ്പോർട്സ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയ സ്പോർട്സ് മോഡ് എടുക്കുക, എന്നിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് 5.2 ആണ് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഇതിന് ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതിന്റെ വാച്ച് ഫേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു 5-6 വാച്ച് ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ക്രൗൺ വെച്ചിട്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലാതെ ചേഞ്ച് ചെയ്യാം. ഈ ഒരു ക്രൗൺ വെച്ചിട്ട് നമുക്ക് മെനു ബാറോ അല്ലെങ്കിൽ സെറ്റിംഗ്സോ എല്ലായിടത്തും കൂടി നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണ്. ഇതിൽ വരുന്ന വാച്ച് ഫേസ് നോക്കുകയാണെങ്കിൽ 250+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട വാച്ച് ഫേസ് ഏതാണെന്ന് വെച്ചാൽ നേരെ സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ വേറൊരു ഫീച്ചറാണ് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുക എന്നുള്ളത്. ഇതിൽ 3 ഗെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോറടിച്ചിരിക്കുകയാണെങ്കിലൊക്കെ ഇതിൽ ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ സിംഗിൾ ചിപ്പ് ടെക്നോളജിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അടിപൊളിയായിട്ടുള്ള കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ സിംഗിൾ ചിപ്പ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാച്ച് ഉണ്ടല്ലോ IP68 വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി. ഇപ്പോൾ സിം ചെയ്യാനാണെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെള്ളം കയറിയൊന്നുമില്ല. പിന്നെ ഇതിന്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ എത്ര ദിവസം നിൽക്കുന്നു നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7 days ഒക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടും ബാറ്ററി ബാക്കപ്പ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് 2 വേരിയന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒന്ന് സിലിക്കൺ സ്ട്രാപ്പ് ഉള്ളതുണ്ട്, ഒന്ന് മെറ്റൽ സ്ട്രാപ്പ് ഉള്ളതുണ്ട്. മെറ്റൽ സ്ട്രാപ്പ് ഉള്ളത് കിട്ടുന്ന ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. സിൽവർ മെറ്റലും അതുപോലെ തന്നെ ബ്ലാക്ക് കളറുള്ള മെറ്റൽ സ്ട്രാപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ മെറ്റൽ സ്ട്രാപ്പ് ഉള്ളതിന്റെ പ്രൈസ് വരുന്നത് 1599 രൂപയാണ്. ഇത് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് വരുന്നത് 1299 രൂപയാണ്. സിലിക്കൺ സ്ട്രാപ്പ് ഉള്ള അതായത് എൻ്റെ കയ്യിലുള്ള വേരിയന്റിന് വരുന്ന പ്രൈസ് ലോഞ്ചിങ് പ്രൈസ് വരുന്നത് 1099 രൂപയാണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന്റെ പ്രൈസ് കൂടും. ഒറിജിനൽ പ്രൈസ് വരുന്നത് 1199 രൂപയാണ്. അപ്പോൾ ഏതായാലും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ലൊരു സ്മാർട്ട് വാച്ച് തന്നെയാണ്, പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഗോ എപ്പിക്. ഇറ്റ്സ് മീ നുഷിഫ്. നെക്സ്റ്റ് വൺ.